30 വർഷങ്ങൾ 300ഓളം സിനിമകൾ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒട്ടനവധി കഥാപാത്രങ്ങൾ തെങ്കാശിപട്ടണത്തിലെ മുത്തുരാമൻ. ഇനി എന്താ ചെയ്യാ? എത്രയും പെട്ടെന്ന് ദൈവത്തെ വിവരം അറിയിക്കണം. ഇനി അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ പറക്കും തളികയിലെ കോശി, സൂത്രധാരനിലെ ലീലാകൃഷ്ണൻ, മീശമാധവനിലെ അഡ്വക്കേറ്റ് മൂന്നരുണ്ണി, ഗ്രാമഫോണിലെ തബല ഭാസ്കരൻ. അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ. CID മൂസയിലെ മാനസിക രോഗി, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. മായാവിയിലെ കണ്ണൻ സ്രാങ്ക്. ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. അങ്ങനെ നീളുന്നു അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ. ഒരു വശത്ത് അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചപ്പോഴും മറുവശത്ത് അച്ഛനുറങ്ങാത്ത വീട്, തെളിവെടുപ്പെന്ന് പറഞ്ഞ് എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സാർ. കേസും കോടതി ഒന്നും വേണ്ട. ആദാമന്റെ മകൻ അബു. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും ഇങ്ങളോടല്ലേ. ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ ഇങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. മേരിക്കുണ്ടൊരു കുഞ്ഞാട് മുതലായ സിനിമകൾ വഴി നമ്മളെ കരയിപ്പിക്കുകയും അവന്റെ അളവിനുള്ളത് കിട്ടി. എന്റെ മോന്റെ അളവിനുള്ള പെട്ടി കിട്ടി. ക്യൂൻ പോലുള്ള സിനിമകൾ വഴി നമ്മളെ ചിന്തിപ്പിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? ഒടുവിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ആ പാട്ടിലെ അവസാന സീനിലെ അവസാനത്തെ ആളായി അദ്ദേഹവും യാത്രയാവുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വഴി അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും.